നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് എ റിക്കറൻസ് റിലേഷൻ യൂസിങ് ജനറേറ്റിംഗ് ഫങ്ഷൻ. സോ നമ്മളൊരു റിക്കറൻസ് റിലേഷൻ നമ്മൾ ഇത്രയും നേരം കുറേ ടെക്നിക്കുകൾ യൂസ് ചെയ്തു, പക്ഷേ ഈ ഒരു ജനറേറ്റിംഗ് ഫങ്ഷൻ യൂസ് ചെയ്ത് ഹൗ ആർ വി സോൾവിങ് ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫോർ എ ജനറേറ്റിംഗ് ഫങ്ഷൻ g of x, if we are having a sequence of real numbers a1, a2 up to an, we can write the sequence as the follows. ഇങ്ങനെ നമുക്കിതിൻ്റെ ജനറേറ്റിംഗ് ഫങ്ഷൻ എഴുതാനായിട്ട് പറ്റും ഫോർ any sequence of numbers of a0, a1 etc. combined with the variable x. ഇനി നമ്മൾക്ക് ജനറേറ്റിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ പേപ്പറിൽ കൊടുത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിക്കറൻസ് റിലേഷൻ ജനറേറ്റിംഗ് ഫങ്ഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാമോ എന്നുള്ളത്. സോ പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്കിപ്പ് ദിസ് പാർട്ട്. നമുക്ക് മെത്തേഡ് ഒന്ന് നോക്കിപ്പോവാം. ആദ്യമേ ഇഫ് വി ഗെറ്റ് ആൻ ഈക്വേഷൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബോത്ത് ദ സൈഡ്സ് വിത്ത് എക്സ് റേസ് ടു ആർ. ആർ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യണം, സമ്മപ്പ് ചെയ്യണം, അതിന് g of xൻ്റെ ടേംസിൽ എഴുതണം. ആൻഡ് ദെൻ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദി ഫൈനൽ വാല്യൂ ആൻഡ് ദി കറസ്പോണ്ടിങ് a raised to k. ഇനി നമുക്ക് ഒരു g of xൻ്റെ എന്താണ് a raised to k എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, 1/1 - a raised to xന് a raised to k വരുന്നുണ്ട്, 1/1 - x സ്ക്വയറിന് k+1. അങ്ങനെ നമുക്ക് കുറേ ഈക്വേഷൻസ് ഉണ്ട്. സോ ഇതിലെല്ലാം പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയത്തില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്നതും നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ദ റിക്കറൻസ് റിലേഷൻ an - 3n - 1 = n. ഇതൊരു ഫസ്റ്റ് ഓർഡർ ഈക്വേഷനാണ്. സോ ഇറ്റ്സ് എ ബെറ്റർ വേ ടു സ്റ്റാർട്ട്. സ്റ്റെപ്പ് 1 നമ്മൾ എന്താണ് പറഞ്ഞത്, ഹയസ്റ്റ് പവർ ഓഫ് എക്സ് വെച്ചിട്ട്, എക്സ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് n വെച്ചിട്ട് നമ്മൾ ഇതിനെല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് an - 3an - 1 = n ആണെന്നുണ്ടെങ്കിൽ an x raised to n - 3an - 1 x raised to n = n x raised to n. That is our step 1. Step 2 എന്ന് പറയുന്നത് we have to take the summation of each and every term. അതായത് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ≥ 1 ആണ്. അപ്പം എന്നിനെ ഫ്രം 1 to infinity an xn - 3 into summation n = 1 an - 1 xn = summation n x raised to n. ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് ആദ്യമേ ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്യാം. an എന്ന് പറയുന്നത് a1x + a2x² + a3x³ ഇറ്റ് ഗോസ് ഓൺ. എലാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ ഓരോ വാല്യൂവിനും നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക. ഇതിനെ നമുക്ക് വേറൊരു രീതിക്കൂടെ എഴുതാം, g of x - a0 എഴുതത്തില്ലേ? കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞതോർത്തെ g of x എന്താ a0 + a1x + a2x² എന്ന് പറഞ്ഞാണ് ഇത് പോകുന്നത്. അപ്പം ഇത്രയും ഈ ഒരു a0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് g of x അല്ലേ? ഇതാണ് ഞാൻ തേർഡ് സ്റ്റെപ്പിൽ പറഞ്ഞ ടേക്ക് ഈച്ച് ടേം ഫ്രം ദ റിലേഷൻ ആൻഡ് എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് g of x എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ സെക്കൻഡ് ടേം എടുക്കാം. 3an - 1 x raised to n എന്ന് പറയുമ്പോഴത്തേനും we can write it as a0x + a1x² + a2x³ it goes on. ഇതിൽ നിന്നും എക്സിനെ നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ a0 + a1x + a2x² it goes on. This is nothing but g of x അല്ലേ? x into g of x. ഇനി അടുത്തത് തേർഡ് വൺ n = 1 n of x raised to n എന്ന് പറയുമ്പോഴത്തേനും n എന്താണ് 1x + 2x² + 3x³ + it goes on 1 + 2x + 3x² + it goes on. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ? ഈ ഒരു ഈക്വേഷൻ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ?
യെസ്, നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഫോർമുലാസ് എഴുതിയപ്പോഴത്തേനും നമ്മൾ എഴുതാണ് 1/1 - എക്സ്പാൻഷനാണിത്. ഞാൻ പറഞ്ഞിരുന്നു കോഎഫിഷ്യൻസ് 1, 2, 3 വരുമ്പോഴത്തേനുള്ള കാര്യം. സോ നമുക്കെല്ലാം ജനറേറ്റിംഗ് ഫംഗ്ഷൻസിൻ്റെ ടേംസിൽ കിട്ടിയേക്കാണ്. നൗ വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ദി മെയിൻ ഇക്വേഷൻ. അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സെക്കൻഡ് ഇക്വേഷൻ്റെ ഭാഗമായിട്ട്. g of x minus a0 minus 3 into 3, ഈ ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ പുറത്തെടുത്തേക്കുമായിരുന്നു. g of x is equal to x divided by 1 minus x the whole square. നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടും g of x minus 3g of x minus a0ൻ്റെ വാല്യൂ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? 1 ആണ്. -1 is equal to x divided by 1 minus x the whole square. After simplifying, we get that g of x is equal to x by 1 minus x the whole square plus 1 by 1 minus 3x. ഇനി നിങ്ങൾക്കറിയാം ഇതിലെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. വി നീഡ് ടു ഡു ദി പാർഷ്യൽ ഫ്രാക്ഷൻ. x by 1 minus x the whole square into 1 minus 3xന് നമ്മൾ എഴുതുന്നത് a by 1 minus x plus b by 1 minus x the whole square plus c by 1 minus 3x. ഇതിൽ നിന്നും after we are solving for a, b and c, we get the following values. a is equal to minus 1 by 4, b is equal to minus 1 by 2 and c is equal to 3 by 4. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്കിതായിരിക്കും ആൻസർ കിട്ടുന്നത്. Substituting in g of x, we get minus 1 by 4 divided by 1 minus x plus minus 1 by 2 divided by 1 minus x the whole square plus 3 by 4 divided by plus 1 minus 3x. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ എടുക്കേണ്ടതാണ്, കൺസിഡർ ചെയ്യേണ്ടതാണ്. 1 by 4 divided by 1 minus x plus minus 1 by 2 divided by 1 minus x the whole square plus 7 by 4 divided by 1 minus 3x. This is our g of x. ഇനി ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് g of xനെ a of kയുടെ ബേസിസിൽ എഴുതുന്നതാണ്. വി നോ ദറ്റ് ഫ്രം ദി ഫോർമുല ഷീറ്റ് വി ഹാവ് സീൻ -1/4 ഇൻറ്റു 1 ആണ്. 1 by 1 minus x എന്ന് പറയുമ്പോൾ 1 ആണ്, പ്ലസ് -1/2 ഇൻറ്റു we can write it as k plus 1. ഈ ഒരു സംഭവത്തിൽ 1 by 1 minus x the whole square plus 7 by 4 into 3 raised to k. -1/2 k minus 1/2 plus 7 by 4 into 3 raised to k. So the final answer would be -3/4 minus 1/2k plus 7 by 4 into 3 raised to k. This will be the final answer. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ സ്റ്റെപ്പ് 1 പോലെ നമ്മൾ എക്സ് റേസ് ടു എന്നിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, സമ്മേഷൻ എടുത്തു. ഓരോ സമ്മേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ജി ഓഫ് എക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ രീതിക്ക് നമ്മളിതിനെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ജനറേറ്റീവ് ഫംഗ്ഷനെ സോൾവ് ചെയ്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആക്കി കഴിഞ്ഞിട്ട് യൂസിങ് അവർ ഫോർമുല വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈച്ച് ഓഫ് ദ ടേം ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ദി ഫോർമുല ഓഫ് എ ഓഫ് കെ ആൻഡ് വി ആർ സിംപ്ലിഫൈങ് ആൻഡ് ഗെറ്റിംഗ് ദി ഫൈനൽ answer. Let us look into the next question. Again, ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു 2 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ദ സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പവർ വെച്ച് വി ആർ മൾട്ടിപ്ലൈങ് ദി എൻറ്റയർ ഈക്വേഷൻ. an plus 2 minus 5an plus 1 plus 6an is equal to 2. അപ്പം an plus 2 x raised to n plus 2 minus 5an plus 1 x raised to n plus 1 plus 6an x raised to n plus 2 is equal to 2x raised to n plus 2.
There our first step is done. Next we are looking at the second step. Step 2-ൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we are taking the summation of each of the term. ഇവിടെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് n is greater than or equal to 0 ആണ്. സോ an plus 2 xn plus 2 minus 5 into an plus 1 xn plus 2 plus 6 into an xn plus 2 is equal to summation 2 into xn plus 2. ഓരോ ടേംസ് നമുക്ക് എടുത്ത് നോക്കാം. an plus 2 into xn plus 2 എന്ന് പറയുന്നത് that's nothing but a2x square plus a cube എന്താ x cube plus it goes on, that's nothing but g of x minus a0 minus a1 x. ഓക്കെ, ഇനി അടുത്തത് -5 വരും. an plus 1 xn plus 2, അതിന് നമുക്ക് എഴുതുന്നത് a1x square plus a2x cube plus it goes on. എക്സിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ a1x plus a2x square എന്ന് പറഞ്ഞാൽ നമുക്ക് വരും. We can write it as x into g of x minus a0. That would be the second one. അടുത്ത ടേം നോക്കുക. an xn plus 2, that is again a0x square plus a1x cube plus a2x raised to 4 plus it goes on. x square കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് g of x ആയിരിക്കും. അടുത്തത് summation of n is equal to 0 xn plus 2 പുറത്തെടുപ്പുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ മാത്രമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എഴുതുമ്പോൾ കോൺസ്റ്റൻറ്റ് ചേർത്ത് എഴുതുന്നത്. x square plus x cube plus x raised to 4 plus it goes on. x സ്ക്വയറിന് കോമൺ ആയിട്ട് എടുത്താൽ 1 plus x square plus it goes on x square by 1 minus x. ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നിരത്തിപ്പിടിച്ച് നമ്മുടെ ഈക്വേഷനിൽ എഴുതാണ് ചെയ്യുന്നത്. Substituting for each of the terms, g of x minus a0 minus a1x minus 5 into g of x minus a0 x square is equal to 2x square divided by 1 minus x. ഇതിനെ നമ്മൾ നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഇട്ട് കൊടുക്കുകയാണ്. സോ വാട്ട് ആർ അവർ ബൗണ്ടറി കണ്ടീഷൻസ്? a0 3 ആണെന്നും a1 7 ആണെന്നും നമുക്കറിയാം. a0 is equal to 3, a1 is equal to 7. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വി ആർ ഗെറ്റിംഗ്, g of x into 1 minus 5x plus 6x square minus 3 minus 7x plus 15x is equal to 2x divided by 1 minus x. അതിനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ we get 3 minus 8x plus 2x square by 1 minus x whole divided by 1 minus 5x plus 6x square. ഇനി നമ്മൾ എഴുതുമ്പോഴത്തേനും 3 minus 8x into 1 minus x plus 2x square നമുക്ക് താഴോട്ട് ഇത് കൊണ്ടുപോകാം 1 minus x and 1 minus 5x plus 6x. After we are solving it, we will get the result as 2x minus 1, 5x cube minus 3, 1 minus x, splitting the middle terms ചെയ്തിട്ട് 1 minus 3x. സോ ഒരു -1 ഇത് രണ്ടും ക്യാൻസലായി പോവും.
ബേസിക്കലി നമുക്ക് കിട്ടാൻ പോകുന്നത് 5x - 3, 1 - x ആൻഡ് 1 - 3x ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ജി ഓഫ് എക്സ് സിംപ്ലിഫൈ ചെയ്തേക്കുന്നത്. ജി ഓഫ് എക്സ് വിൽ ബി 3 - 5x divided by 1 - x and 1 - 3x. Again, partial fraction നമുക്കിവിടെ യൂസ് ചെയ്യണം. 3 - 5x divided by 1 - x. 3x is equal to a divided by 1 - x and b divided by 1 - 3x. Solving for a and b, we get the value of a as 1 and b as 2. അത് സോൾവ് ചെയ്ത് നിങ്ങൾ നോക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻ അറിയാവുന്നൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പോകാത്തത്. പക്ഷേ ജസ്റ്റ് ഇതിൻ്റെ ഇപ്പം ഡിനോമിനേറ്റർ വെച്ചിട്ട് ന്യൂമറേറ്റർ ഈക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പം ഓക്കെ, മേ ബി ഐ ജസ്റ്റ് റൈറ്റ് ദ ടേംസ്. a ഇൻറ്റു 1 - 3x പ്ലസ് b ഇൻറ്റു 1 - x വിൽ ബി ഈക്വൽ ടു 3 - 5x. ഇതിലെ എക്സിൻ്റെയും കോൺസ്റ്റൻറ്റിൻ്റെയും കോഎഫിഷ്യൻസിനെ ഈക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് ആൻസർ. ഓക്കെ, ഇനി we got the a and b, so നമുക്ക് g of xനെ എങ്ങനെ എഴുതാം? 1/1 - x plus 2/1 - 3x. What is the last step that is remaining? Converting this into a of k. That is nothing but 1 of 1 വരും, because 1/x ആണ്, plus 2 of 3 raised to k. This will be our final answer. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് a of n-ൻ്റെ ഫോമാറ്റിലും കൂടെ കൺവേർട്ട് ചെയ്യാം. 1 + 2 × 3 raised to n, where n is greater than or equal to 0. So that is how we solve using generating function. കുറച്ചുകൂടെ ലെങ്തി ആണ്, പക്ഷേ ഈ ഒരു സൊല്യൂഷനൊക്കെ കുറച്ചുകൂടെ ടൈം എടുക്കും. ഐ ഹാവ് ജസ്റ്റ് റിട്ടേൺ ഇറ്റ് വെരി ഫാസ്റ്റ്. സോ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ചെയ്ത് നോക്കുക. ഓക്കെ.